ചാമക്കാല ഇവിടെ ഇന്ന് ഉപസമിതി അവിടെ പോകുന്നുണ്ട്. വാചകങ്ങളെല്ലാം തന്നെ ശരി, ഇന്ന് ഉപസമിതി അവിടെ പോകുന്നുണ്ട്, അവരെ കേൾക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേട്ടുവെന്ന് തോന്നുന്നു. കാര്യം ഉപസമിതിയെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന കുടുംബം ഓർത്തു നോക്കണം. പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി ആ പണത്തിൻ്റെ എന്താണ് കടക്കെണിയിൽ വഴിയാധാരമാകുമെന്ന ഭീതിയിൽ വയ്യാത്ത ഇളയമകന് വിഷം കൊടുത്തുകൊന്ന് ആത്മഹത്യ ചെയ്തൊരു അച്ഛനുള്ള ഒരു കുടുംബത്തിന് നിങ്ങളുടെ പാർട്ടിയുടെ ഉപസമിതി ഇന്നും വിശ്വാസമാണ്. അത് ആ കുടുംബത്തിൻ്റെ ഹൃദയവിശാലതയാണ് കേട്ടോ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇത് 2021 നേരത്തെ കത്തുണ്ടാകുമ്പോഴും ഈ പ്രശ്നങ്ങളൊന്നും പാർട്ടിക്ക് അറിയാത്തതല്ലോ. ഇത് ഇന്ന് ഉപസമിതി അവിടെ ആ വീട്ടിൽ പോയതുപോലെ നേരത്തെ തന്നെ പരിഹരിക്കാവുന്നതായിരുന്നു. അത് പരിഹരിച്ചില്ല. 2 പേർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാക്കുറിപ്പ് ഞാൻ കണ്ടില്ല, അത് മേശപ്പുറത്ത് കിടപ്പുണ്ട്, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് കുടുംബത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കലല്ലേ കെ സുധാകരൻ ചെയ്തു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ഉപസമിതി അവിടെ പോയി അവരുടെ പ്രശ്നം പരിഹരിച്ച് ഒത്തുതീർപ്പാക്കി എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പാവുമോ? ആത്മഹത്യാക്കുറിപ്പ് അവിടെയുണ്ട്. അതിൽ പറഞ്ഞ IC ബാലകൃഷ്ണൻ ND അപ്പച്ചൻ്റെയും പേരുകളടക്കമുണ്ട്. അവർ നിയമ നടപടി നേരിടണ്ടേ? ഈ നാട്ടിലെ നിയമം. ജ്യോതികുമാർ ചാമക്കാല. ഹാഷ്മി, താങ്കൾ ഇൻട്രോയിൽ അവതരിപ്പിച്ചതും ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിലും കോൺട്രഡിക്ടറി ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. സ്വാഭാവികമായും ഇവിടെ DCCയുടെ ട്രഷറർ ഏകദേശം അരനൂറ്റാണ്ടോളം ഈ പാർട്ടിയുടെ സജീവ നേതാവായിരുന്ന, പിന്നീട് DCCയുടെ ട്രഷറായിരുന്ന ശ്രീ വിജയനും മകനും ആത്മഹത്യ ചെയ്തു. വിജയൻ ചേട്ടനെ സംബന്ധിച്ച് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മരണം ഈ പാർട്ടിക്ക് വലിയൊരു ദുരന്തമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. നമുക്ക് ആരുടേതായാലും ഇത്തരത്തിലുള്ള മരണങ്ങളെ സംബന്ധിച്ച് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ആരോപണം ഉണ്ടായാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു രേഖ പുറത്തു വന്നാൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ഞങ്ങളാരും തടസ്സമല്ല. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ മാത്രമല്ല, അതിൽ ആരോപണ വിധേയനായ MLA IC ബാലകൃഷ്ണൻ, അദ്ദേഹം മുൻ DCC പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഈ ആരോപണം, അതായത് 24-ാം തീയതി അദ്ദേഹം വിഷം കഴിക്കുന്നു, പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നു. വിഷം കഴിച്ച് വിവാദമുണ്ടായപ്പോൾ തന്നെ IC ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ നേരിട്ട് കത്തെഴുതി SP-ക്ക് കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഇതിലുണ്ടായിട്ടുള്ള സംഭവഗതികളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന് IC ബാലകൃഷ്ണൻ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ ഇവിടുത്തെ പോലീസിനോട് ആവശ്യപ്പെടുന്നത്. അതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് പോലീസ് 2 തരത്തിലുള്ള കേസെടുത്തിട്ടുണ്ട്. ഒന്ന് അസ്വാഭാവിക മരണത്തിനുള്ളൊരു കേസെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ പോലും കത്ത് വ്യാജം എന്ന നിലപാട് സ്വീകരിച്ചില്ലേ നിങ്ങളുടെ നേതാക്കൾ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എൻ്റെ ചോദ്യം അതല്ല. ഇന്ന് പരിഹരിച്ചില്ലേ? ഇന്ന് പരിഹരിച്ചത് എങ്ങനെയാണ്? ഇന്ന് സ്വാഭാവികമായും ഈ പറയുന്ന കൊടിയ സാമ്പത്തിക ബാധ പാർട്ടി ഉണ്ടാക്കിയ ആ പാവം വിജയൻ ആ കെണിയിൽ പോയി പെട്ട ബാധ്യത പാർട്ടി ഏറ്റെടുക്കാം എന്നുള്ളതാകുമല്ലോ ഉറപ്പായും ഒത്തുതീർപ്പ് ഫോർമുല. അത് നേരത്തെ ചെയ്യാവുന്നതായിരുന്നില്ലേ? അത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു വയോധികനായ ഒരു മുതിർന്ന നേതാവിനെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ജീവൻ കാക്കാമായിരുന്നില്ലേ? ആ അർത്ഥത്തിൽ കുരയ്ക്ക് കൊടുക്കലായിരുന്നില്ലേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? കേൾക്കൂ. താങ്കളുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി. ആ ബാങ്കിലെ വിവാദവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതി വന്നിരുന്നു. ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. 2 പേരെ നടപടിയെടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു സണ്ണിയും ഒന്ന് ഒരു ഗോപിനാഥനും. ഈ 2 പേർക്കെതിരെ നടപടിയെടുത്തു. അവരെ സ്വാഭാവികമായും ബാങ്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. അവർ ഒഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തുടർന്ന് സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ തന്നെ ആ ബാങ്കിൻ്റെ ഭരണസമിതി പിരിച്ചുവിട്ടു. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ആ ബാങ്കിൽ ഉണ്ടായിരുന്നു. ആ ഭരണസമിതി പിരിച്ചുവിട്ടു. ആ ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്ന 2 പേർക്കെതിരെയാണ് ഞങ്ങൾ നടപടിയെടുത്തത്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ 2 പേരും, ശ്രീ ഗോപിനാഥും ശ്രീ സണ്ണിയും. ആ ഭരണസമിതി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ സർക്കാരിന് പിന്നെ ചെയ്യാൻ കഴിയുന്ന അവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്വാഭാവികമായും സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPM-നെ സംബന്ധിച്ച് അവരുടെ അനുയായികളായ ആരെയെങ്കിലുമാണ് അത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്ററായി കൊണ്ടുവരേണ്ടത്. ഇവിടെ കൃത്യമായി സണ്ണിയെ തന്നെ, ഞങ്ങൾ ഇത്തരത്തിൽ അഴിമതി കാണിച്ചു എന്ന് ബോധ്യപ്പെട്ട സണ്ണിയെ തന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയോഗിച്ചു. മാത്രമല്ല, താങ്കൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ വിജയൻ ചേട്ടൻ്റെ മകൻ, ഇപ്പോൾ ഒപ്പം മരണപ്പെട്ട മകൻ, ആ മകനെ സംബന്ധിച്ച് അദ്ദേഹം ആ ബാങ്കിലേക്കുള്ള നിയമനത്തിന് റാങ്ക് ലിസ്റ്റിൽ 2ാമത്തെ പേരുകാരനായിരുന്നു. 1ാമത്തെ പേരുകാരനെ ആ ബാങ്കിൽ നിയമിച്ചിട്ടുണ്ട്. 2ാമത്തെ പേരുകാരന് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷം കൂടി അവശേഷിക്കെ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, ശ്രീ സണ്ണി ചെയർമാനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതോടുകൂടി താൽക്കാലിക നിയമനത്തിലുണ്ടായിരുന്ന
വിജയൻ ചേട്ടൻ്റെ മകൻ ജ്യോതികുമാർ ചാമക്കാല നമുക്ക് CPM തലയ്ക്ക് ആ കുറ്റവും വെക്കുന്നത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? അല്ല ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ പ്രശ്നം ഈ പറഞ്ഞ NM വിജയൻ പണം വാങ്ങിയത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന കാര്യം തർക്കമുണ്ടോ? പാർട്ടിയെ വിശ്വസിച്ചാണ് എന്ന കാര്യം തർക്കമുണ്ടോ? നിയമനം കൊടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതെല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണല്ലോ. അത് ഇപ്പോൾ ആത്മഹത്യക്ക് ശേഷം 10 ദിവസം കാത്തിരുന്ന് കൊടുക്കുന്ന കത്തിൽ കൂടി മാത്രമല്ലല്ലോ പാർട്ടിക്ക് ബോധ്യപ്പെട്ടത്. നേരത്തെ ബോധ്യമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ഉപസമിതി പോയിരുന്ന അദ്ദേഹത്തിന്റെ മരണശേഷം പോയി ചർച്ച ചെയ്ത് പരിഹരിച്ചതുപോലെ മരണത്തിന് മുൻപ് ഈ കാര്യങ്ങൾ കേട്ടിരുന്നെങ്കിൽ, അദ്ദേഹം കരഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഒരു വയോധികന്റെ ജീവനും അദ്ദേഹത്തിന്റെ മകന്റെ ജീവനും രക്ഷിക്കാമായിരുന്നില്ലേ ചാമക്കാല? അതിനുള്ള പാപപരിഹാരം എന്താണ്? താങ്കൾ കോടതിയാകാതിരിക്കൂ. ഞാൻ കൃത്യമായും പറയുന്ന മറുപടി കേൾക്കൂ. താങ്കൾ കൃത്യമായി കേൾക്കൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഓൺ ബൈ ഓൺ ആയിട്ട്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കത്തിൽ പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആരാ പിരിച്ചുവിട്ടത്? അപ്പോൾ പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. അങ്ങനെ പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, താങ്കൾ അത് ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ നിയമനം അവിടെ ഇനി വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനെ പിരിച്ചുവിട്ടു. ഒരു വർഷം കൂടി ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടായിരിക്കെ തന്നെ പിരിച്ചുവിട്ടു. ആ റാങ്ക് ലിസ്റ്റ് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അത് പിരിച്ചുവിട്ടു. തൊട്ടടുത്ത ആഴ്ച വീണ്ടും അതേ വേക്കൻസിയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ പുതിയ ആളുകളെ നിയമിക്കുന്നു. അപ്പോൾ വിജയൻ ചേട്ടൻ്റെ മകൻ പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത് CPMൻ്റെ നിയന്ത്രണത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യം ഞാൻ സ്ഥാപിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. 2 പേരെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല 2 പേരെ പുറത്താക്കി എന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമോ? താങ്കളെ കത്ത് വായിച്ച ആളല്ലേ? അതിൽ പറയുന്നു, ബാങ്ക് നിയമനത്തിന് IC ബാലകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടതനുസരിച്ച് 7 ലക്ഷം രൂപ വാങ്ങി. നെന്മേനി പഞ്ചായത്ത് മുന്നംഗം UK പ്രമൻ മുഖേനയാണ് തുക വാങ്ങിയത്. 2 ലക്ഷം രൂപ തിരികെ നൽകി ബാക്കി തുക നൽകാമെന്ന് IC ബാലകൃഷ്ണൻ MLA പറയുന്നതല്ല, നൽകുന്നില്ല. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ് എന്നിവർ ബത്തേരി സഹകരണ അർബൻ ബാങ്ക് നിയമനം വാഗ്ദാനം 10 ലക്ഷം രൂപ വാങ്ങി. അതിന് NM വിജയന്റെ പേരിലുള്ള 8 സെന്റ് ഭൂമിയുടെ പണയാധാരവും ചെക്കും നൽകി. ND അപ്പച്ചന്റെ വീടിനടുത്ത് ചാക്കോയ്ക്ക് നൽകി. ചാക്കോ കോടതിയെ സമീപിച്ചു. ആ ഭൂമി വിൽക്കാൻ കഴിയാതെ വന്നു. ഈ പണമെല്ലാം കൂടെ കിടന്ന് പെരുകി ഈ കൊലക്കേറെടുക്കേണ്ടി വന്നു ഈ പറഞ്ഞ പാവം വിജയേട്ടന്. ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ 2 പേരെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക ബാധയ്ക്ക് പരിഹാരം ഉണ്ടാവുമോ? ഞാൻ അതിലേക്കല്ല വരുന്നത് ഹാഷ്മി. താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലല്ല. താങ്കൾ അവിടെ നിർത്ത്. താങ്കളുടെ ആ വാചകത്തെക്കുറിച്ച് ഞാൻ പറയാം. അല്ല, ഇപ്പൊ എന്താ എന്നോട് അതിനിടയ്ക്ക് സംസാരിക്കുന്നവരാണ്? സജീഷ് ഒന്ന് കേട്ടോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ഹാഷ്മിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. സജീഷ് കേട്ടോളൂ. കട്ടപ്പനയിൽ സാബു എന്ന് പറയുന്ന ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ പേരിലാണെന്ന് അറിയാമോ? അവിടുത്തെ CPMന്റെ നേതാവ് പിന്നെ സജി ഉൾപ്പെടെയുള്ളവർ ഭീഷണിപ്പെടുത്തിയതിന്റെ വോയിസ് റെക്കോർഡ് പുറത്തുണ്ട്. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ സജീഷെ? എന്നെ കൊണ്ട് അതൊന്നും പറയിക്കണ്ട. ഇപ്പൊ അത് പറയേണ്ട സമയമല്ലാത്തതുകൊണ്ടാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണം എന്തായി? എവിടെ എത്തി? അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ അവിടുത്തെ ജീവനക്കാർക്കെതിരെയും ഈ സജിക്കെതിരെയും നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് സജിക്കെതിരെ ഒരു കേസെടുത്തിട്ടുണ്ടോ സജീഷെ? വന്നൊന്ന് ന്യായം വിടരുതേ. എന്നെ കൊണ്ട് മറ്റൊന്നും പറയിക്കരുത്. ഞാൻ ഈ വൈകാരികമായ വിഷയത്തിൽ നിൽക്കുന്നുണ്ട് അതൊന്നും പറയാത്തത്. എന്നെ കൊണ്ടൊന്നും പറയണ്ട. മാത്രമല്ല, MM മണി ആ ആത്മഹത്യ ചെയ്ത ആളിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മനോനിലയെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? ഇതിനേക്കാൾ അപമാനവും ആക്ഷേപവും വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് വന്ന് ഞങ്ങളെ ഇത് പഠിപ്പിക്കാൻ വന്നിരിക്കുക. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ശ്രീ വിജയൻ ചേട്ടൻ മരണപ്പെട്ടതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങളത് പരിഹരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന്റെ പേരിൽ CPMന്റെ നേതാവ് ഇത്തരത്തിലെ ചാരിത്ര പ്രസംഗമായിട്ട് ഞങ്ങളടുത്ത് വരരുത്. ഒരുപാട് പറയാനുണ്ട്, അത് പറയരുത്. ഞാൻ ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. ഞങ്ങളിതൊന്നും പറയേണ്ടത് കരുതുന്നതാണ്. ഒരിക്കലും ആകില്ല. അങ്ങനെ സംഭവിക്കാനേ പാടില്ല. അങ്ങനെ സംഭവിക്കാനേ വിജയന്റെ കടബാധ്യതയാണ്. അത് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കടബാധ്യതയാണ്. അത് നികത്താൻ ബാധ്യതപ്പെട്ടവർ പാർട്ടിയാണ്. അത് കേട്ടില്ല പാർട്ടി. ഞാൻ അതിലേക്കാണ് ഹാഷ്മി വരുന്നത്. ഇവിടെ അദ്ദേഹത്തിന് കടബാധ്യതയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും പറയുന്നത് എന്താണ്? അവർക്ക് പോലും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും കടബാധ്യത ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇതിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മുന്നിലേക്ക് നേരത്തെ പരാതി വന്നിരുന്നു. പാർട്ടി അതിന്മേൽ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിനെ സംബന്ധിച്ച് പിന്നെ ആരും അപ്പീൽ പറഞ്ഞിട്ടില്ല. ആ തീരുമാനം ജില്ലാ തലത്തിൽ തീരുമാനിച്ച് പിന്നെ നടപടിയെടുത്ത് പുറത്താക്കി അവരെ സ്വീകരിച്ചവരാണ് ഈ പറയുന്നത്. ഏതായാലും പോട്ടെ. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബാധ്യത നിലനിന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ദാരുണമായ ആ ഒരു മരണത്തിന് അദ്ദേഹം സ്വയം കീഴടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ തീർക്കണമെന്ന് ഞങ്ങളോട് അദ്ദേഹം രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു. ഞങ്ങളുടെ അന്വേഷണ സംഘം അവിടെ ഇന്നലെ ആ കുടുംബത്തിലെ അംഗങ്ങൾ പലതും പറഞ്ഞു. അവർ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മരുമകളും ഒക്കെ പറഞ്ഞു.
പക്ഷേ പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ അപകടമുണ്ടായ അഥവാ അദ്ദേഹം വിഷം ഉള്ളിൽ ചെന്ന ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെയും മകനോടുമൊപ്പം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും IC ബാലകൃഷ്ണൻ MLA-യും അതുപോലെ AP അനിൽകുമാർ MLA-യും ഉൾപ്പെടെ T സിദ്ദീഖ് MLA ഉൾപ്പെടെ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ശ്രീ KS മുരളീധരൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ അന്വേഷണ കമ്മീഷൻ അവരുടെ മുമ്പിൽ പോയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, താങ്കളുടെ ആ ഇൻട്രോയിലെ വൈരുദ്ധ്യത്തെക്കുറിച്ച് 10 ദിവസത്തിനുള്ളിൽ അതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കണം, പാർട്ടി ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസം താമസിച്ചിട്ടുണ്ട്, ശരിയാണ്, അത് ഞങ്ങളുടെ വീഴ്ച തന്നെയാണ്. ആ താമസത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ നേതാക്കന്മാർ നേരിട്ട് പോയി സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ പാർട്ടിയും അവരുമായി ഇന്ന് സംസാരം നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായി പോയിട്ടുള്ളവർ KPCക്ക് റിപ്പോർട്ട് കൊടുക്കുകയും റിപ്പോർട്ട് അത് പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും.